എൻ ശ്രീകുമാർ, ഇന്ന് ഈ രാജിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ലാത്ത ഒരാൾ പാലക്കാട് മണ്ഡലത്തിലെ MLA ആയി തുടരാൻ യോഗ്യതയുള്ളയാളായി മാറുമോ? ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും ഇപ്പോൾ കേട്ടതുമായ കാര്യങ്ങൾ ശരിയാണെങ്കിൽ എൻ ശ്രീകുമാർ. നോക്കൂ ഡോക്ടർ അരുൺ, വ്യക്തമായി ആരും ഏതെങ്കിലും കേന്ദ്രത്തിൽ പരാതി കൊടുക്കാതെ തന്നെ ഒരു പൊതുസമൂഹം ചർച്ച ചെയ്ത വിഷയം കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കി എന്ന് തോന്നിയപ്പോൾ യാതൊരു വിധത്തിലുള്ള ന്യായീകരണത്തിനും മുതിരാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി വാങ്ങിച്ച പ്രസ്ഥാനമാണ് കോൺഗ്രസ്. വ്യക്തിപരമായി അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന പരാതികളെല്ലാം അദ്ദേഹം വ്യക്തിപരമായിട്ട് തന്നെ നേരിടേണ്ടി വരും. അല്ലാതെ മറ്റ് സംഘടനകളൊക്കെ ചെയ്യുന്നത് പോലെ കാത്തിരിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ന്യായീകരണമായിട്ട് രംഗത്ത് വരാനൊന്നും കോൺഗ്രസ് തയ്യാറായില്ല. പരാതി ഗൗരവമായിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞ് VD സതീശൻ 1 മണിക്കൂർ കഴിയും മുമ്പേ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു. ഈ വെളിപ്പെടുത്തൽ, ആ നടിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്ന ഇന്നലെ രാത്രി 7 മണിക്കാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി 1:30 മണി ആയപ്പോഴത്തേക്കും കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു. ഇത്രയും ചടുലമായ രീതിയിൽ കോൺഗ്രസ് തീരുമാനമെടുത്തത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക്, അത് കോൺഗ്രസ് നേതാവിൽ നിന്നായാലും വേറെ ഏത് രാഷ്ട്രീയ നേതാവിൽ നിന്നായാലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ന്യായീകരിച്ച് സമയം കളയാൻ കോൺഗ്രസിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ആരും പേരെടുത്തു പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ സമൂഹവും മാധ്യമങ്ങളും പറഞ്ഞു ഇന്നയാളാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ചു. പിന്നീടുള്ള കാര്യം, ഇതിൽ കോൺഗ്രസിന് MLA എന്ന നിലയ്ക്ക് അദ്ദേഹം പാലക്കാടിനെ പ്രതിനിധീകരിക്കുകയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരാളാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ MLA സ്ഥാനം രാജിവെക്കാതിരിക്കുന്നത് ആ മണ്ഡലത്തിലെ വോട്ടർമാർ വിവിധ തരക്കാരായ വോട്ടർമാരാണ്. അതിൽ അവർ കോടതിയിൽ അവരുടെ നിരപരാധിത്വം തെളിയിക്കുന്നത് വരെ അവരെ തെറ്റുകാരായിട്ട് ആരും കാണാറില്ല. അതുകൊണ്ടാണ് കൊല്ലത്ത് മുകേഷ് MLAയുടെ കാര്യം വന്നപ്പോൾ കുറ്റപത്രം സമർപ്പിച്ച ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദ മാഷ് പറഞ്ഞത്, അതായത് കോടതി തീരുമാനിക്കട്ടെ എന്ന്. ഇവിടെയും അതുപോലെ തന്നെ കോടതി തീരുമാനിക്കട്ടെ. രണ്ടുപേരും ഒരേ നിലവാരത്തിലുള്ള MLAമാരാണല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് രണ്ടുപേർക്കും ഒരേ പ്രിവിലേജാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്ക് കോടതി തീരുമാനിക്കട്ടെ. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിൽ KPCC ആണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ഒരാൾ പോലും ന്യായീകരണ തൊഴിലാളിയായി വന്നില്ല എന്ന് നിങ്ങൾ ആലോചിക്കണം. ഒരാൾ പോലും വന്നില്ല. ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ അതാത് സ്ഥലങ്ങളിൽ പോലീസ് സ്റ്റേഷനുകളാണെങ്കിൽ അല്ലെങ്കിൽ കോടതിയിലാണെങ്കിൽ എവിടെ വേണമെങ്കിലും കൊടുക്കട്ടെ, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടട്ടെ. ഇതാണ് അദ്ദേഹവും പറഞ്ഞത്. കോൺഗ്രസിനും ആ അഭിപ്രായം തന്നെയാണുള്ളത്. പക്ഷേ ഇതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രക്ഷോഭം ഇവിടെ നടക്കുകയും UDF പല ഘട്ടങ്ങളിലായി ഉള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ഇത്തരത്തിലൊരു MLAക്കെതിരെ, അതും വളർന്നു വരുന്ന ഒരു യുവ നേതാവിനെതിരെ ആക്ഷേപം ഉന്നയിച്ചത് പാർട്ടി ഗൗരവമായിട്ട് കാണുന്നുണ്ട്. അതുമാത്രമല്ല, അത് സ്വല്പ ക്ഷീണം പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ക്ഷീണം തരണം ചെയ്യാൻ പാർട്ടിയുടെ ചടുലമായ ആ നടപടി കൊണ്ട് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരാൾ പോലും ഇതിലൊന്നും ന്യായീകരിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ വന്ന സുഹൃത്ത് പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും നേരത്തെ ആ ചലച്ചിത്ര നടി പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ പുറത്തുവിട്ട ഒരുപാട് വിഷയങ്ങളിലും അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് രാഷ്ട്രീയമായിട്ട് ഞാൻ കൂട്ടിക്കുഴയ്ക്കുന്നില്ല. കാരണം ഒരു വ്യക്തിയുടെ രാഷ്ട്രീയവും അയാളുടെ സ്വാതന്ത്ര്യവും അയാളുടെ സ്വകാര്യതയും ഒക്കെ ഒരു ഭാഗത്ത്. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് സമൂഹത്തോട് ബാധ്യതയുണ്ട്, പാർട്ടിയോട് ബാധ്യതയുണ്ട്. പാർട്ടിയോട് ബാധ്യതയുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാകാം തീർച്ചയായിട്ടും അദ്ദേഹം ഒന്നിനും പിടിച്ചു നിൽക്കാതെ രാജിവെച്ചതെന്ന് ഞാൻ കരുതുന്നു. ആ രാജി എന്തായാലും നല്ല കാര്യമാണ്. ആ രാജി ഇതുപോലെ യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായ ഒരു രാജി, എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ് യൂത്ത് കോൺഗ്രസിൽ ഇങ്ങനെ ഒരു രാജി ഉണ്ടാകുന്നത്. എന്തായാലും അത് സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായത്. പക്ഷേ അത് അനിവാര്യമായിരുന്നു. ചില ഘട്ടങ്ങളിൽ അനിവാര്യമായ ശരിയാണോ എന്ന് നിശ്ചയമില്ല. അയാൾ തെളിവുകൾ സഹിതമാണ് നമ്മളോട് സംസാരിച്ചത്. തന്നെ റേപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരാളുടെ മനസ്ഥിതിയുള്ള ഒരാൾ നമ്മുടെ കൂടെ ജനപ്രതിനിധിയായി തുടരുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളിൽ ആശങ്കയുണ്ടാക്കേണ്ടതല്ലേ? അല്ല, അതൊരു പരാതിയാണ്. ആ പരാതി ഉന്നയിക്കപ്പെടേണ്ട സംവിധാനങ്ങളുണ്ടല്ലോ.
അതിലിപ്പോൾ ആരും എതിർപ്പ് പറയുന്നില്ലല്ലോ. ആ പരാതി ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്കറിയില്ല, എനിക്കറിയില്ല, ഡോക്ടർ അരുണും അറിയില്ല. ഇനിയിപ്പോൾ ഡോക്ടർ അരുണിനെ കയ്യിൽ എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വന്ന വെളിപ്പെടുത്തൽ അത് പോലീസ് സ്റ്റേഷനിലാണ് പറയേണ്ടത്. കാരണം വ്യക്തിപരമായ കാര്യങ്ങളെ ഈ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഏത് ഘട്ടത്തിലാണെങ്കിലും ശരി, അത് എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ മുമ്പിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ആ വിഷയങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രീകുമാർ അതെടുത്ത് ഇട്ടു എന്നൊരു വ്യാഖ്യാനം വരും. ആ വ്യാഖ്യാനം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പാർട്ടി ഇന്ന് ഉച്ചവരെ എടുത്ത തീരുമാനം അന്തസ്സുള്ള തീരുമാനമാണ്, ഗൗരവമുള്ള തീരുമാനമാണ്, അഭിമാനാർഹകരമായ തീരുമാനമാണ്, ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള, ജനങ്ങൾ വിശ്വസിച്ച തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനത്തിന് ഒരു ക്ഷതമുണ്ടാക്കാൻ ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാർട്ടിയുടെ കാര്യം പാർട്ടി ചടുലമായി ചെയ്തു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഒരു പരാതി ഇന്നേവരെ ആരും കൊടുത്തിട്ടില്ല, പേര് പോലും ആ നടി പറഞ്ഞിട്ടില്ല. ഇന്നും ആ നടി പറഞ്ഞത് വ്യക്തിപരമായിട്ട് എനിക്ക് ബന്ധവും സുഹൃത്ത് ബന്ധവും ഇപ്പോഴും ഉണ്ടെന്നാണ്. മാത്രമല്ല, ഞാൻ പൊതുസമൂഹത്തിന് വേണ്ടിയാണ് പറയുന്നത്, സ്ത്രീകൾക്ക് മൊത്തമായിട്ട് വേണ്ടിയാണ് പറയുന്നത്. ശരിയാണ്, സ്ത്രീകൾക്ക് മൊത്തമായിട്ട് വേണ്ടി ഇങ്ങനെ പറയുന്നവരെ ബഹുമാനിക്കണം. കാരണം ഒരു കോൺഗ്രസ്സിലെ ഒരാളെ, അദ്ദേഹം എത്ര വലിയ നേതാവാണെങ്കിലും ശരി, തെറ്റ് ചെയ്താൽ തെറ്റല്ലേ ഡോക്ടർ അരുൺ? സംശയമുള്ളത്, നോക്കൂ, ആ നടിവെന്ന് പറഞ്ഞത് 3.5 വർഷം മുമ്പ് ഇത് സംഭവിക്കുമ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് അത് സമ്മതിക്കുന്നുണ്ട്. ഒരു പിതൃതുല്യ വാത്സല്യത്തോടു കൂടി താനത് പരിഹരിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് തനിക്ക് അശ്ലീല ചാറ്റുകൾ അയക്കുകയും BNS 79 പ്രകാരം ഒരു കുറ്റകൃത്യത്തിൽ ഇയാൾ ചെയ്യുകയും ചെയ്തു എന്നുള്ളത് പ്രതിപക്ഷ നേതാവിന് അറിയാമായിരിക്കെ പിതൃതുല്യ വാത്സല്യത്തോടുകൂടി അത് ഒത്തുതീർപ്പാക്കാനായിരുന്നു ശ്രമിക്കേണ്ടിയിരുന്നത്. അന്ന് തന്നെ അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കേണ്ടിയിരുന്നില്ലേ? അയാൾക്ക് പിന്നീട് ആ പ്രതിപക്ഷ നേതാവ് തന്നെ മുൻകൈയെടുത്ത് സ്ഥാനാർത്ഥിത്വം കൂടി വാഗ്ദാനം ചെയ്തു. അതാണ് ആ നടി പറയുന്നത്. അയാൾക്ക് പിന്നീടും സ്ഥാനമാനങ്ങൾ നൽകി. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവിന് മാറി നിൽക്കാൻ പറ്റുമോ? എൻ ശ്രീകുമാർ. പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ആ നടി തന്നെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കാരണം നോക്കൂ ഡോക്ടർ അരുൺ, നമ്മളൊരു കാര്യം പറയുമ്പോഴേ ഒരു പ്രസ്ഥാനമാണ്, ഒരു രാഷ്ട്രീയ സംവിധാനമാണ്. ആ രാഷ്ട്രീയ സംവിധാനത്തിൽ ആരോപണങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വരും. ഈ ആരോപണങ്ങൾ കേട്ടാൽ ഉടൻ തന്നെ അത് ഏത് രീതിയിലുള്ള ആരോപണമാണെങ്കിലും നടപടിയെടുക്കാൻ പാടില്ല എന്നുള്ളൊരു എല്ലാ രാഷ്ട്രീയ കക്ഷികളും സ്വീകരിച്ചിട്ടുള്ള ഒരു പൊതു തത്വമാണ്. ആ തത്വത്തെ അതാത് കാലത്തെ സാഹചര്യം അനുസരിച്ച് ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും മാറി മാറി അതിനെ ന്യായീകരിക്കുകയോ എതിർക്കുകയോ ചെയ്യും. ഇവിടെ പ്രതിപക്ഷ നേതാവിന് മുമ്പിൽ പരാതി കിട്ടിയിട്ടുണ്ടോ എന്നുള്ള അദ്ദേഹം വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞു. ഒരു അച്ഛൻ മകളെ എന്ന പോലെ ഞാനത് കൈകാര്യം ചെയ്തു. അതില്ല, എനിക്ക് പ്രതിപക്ഷ നേതാവിൽ വിശ്വാസമില്ല എന്ന കുട്ടിയും പറഞ്ഞു, ആ യുവതിയും പറഞ്ഞിട്ടില്ല. എന്ന ആറ്റിറ്റ്യൂഡാണ് എടുത്തതെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിന്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ കൂടി. അല്ല, ഞാനത് കേട്ടില്ല. കാരണം പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു ചിലർ, എന്നിട്ടും അതിലേക്ക് വീണില്ല പലരും എന്ന് അദ്ദേഹം പറഞ്ഞത് കൂടി ഞാൻ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇത് പ്രതിപക്ഷ നേതാവിലേക്ക് ഇതിൻ്റെ കുന്തമുന തിരിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന രാഷ്ട്രീയമൊക്കെ മാറിപ്പോവും. ഞാനിവിടെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ ബഹുമാനിക്കണമെന്നുള്ളത് കോൺഗ്രസിൻ്റെ സ്ഥിരമായൊരു അഭിപ്രായമാണ്. അത് മറ്റു കക്ഷികൾ പറയുന്നവരല്ല, പാർട്ടി കോൺഗ്രസിൽ അതിനെതിരായിട്ട് പറയുന്നവരല്ല. മുതിർന്ന മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ ശ്രീകുമാർ പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നു. ശ്രീകുമാർ, അല്പസമയം കൂടി സമയം തുടരും. എനിക്കറിയാം അങ്ങേക്ക് തിരക്കുണ്ടെന്നറിയാം. നമ്മൾ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടർ TV ആണ്. അതിൽ വലിയ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോൾ വസീഫും നമ്മളോടൊപ്പം പ്രശാന്ത് അവർക്കൊരു മറുപടി കൂടി നൽകി അങ്ങ് പോകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അല്പസമയം കൂടി അങ്ങ് തുടരണം. Debate with Dr. Arun Kumar.